ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഓസ്ട്രേലിയയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ചായവുള്ള ആന്റണി അൽബാനിസിന്റെ കക്ഷി വിജയിച്ചു. 2021 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം ആദ്യമായി ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായത്. കാനഡയിലേതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നികുതി വർധനവായിരുന്നു. നികുതി വർധനവ് പിന്നീട് അമേരിക്ക തന്നെ മരവിപ്പിച്ചുവെങ്കിലും ഇതായിരുന്നു തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. ആന്റണി അൽബാനിസ് ഈ വർധനവിനെതിരെ അതിശക്തമായി പ്രതികരിച്ചു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായ ലിബറൽ പാർട്ടി നേതാവ് പീറ്റർ ഡണ്ടന്റെ ട്രംപ് വിരുദ്ധ നിലപാട് ശക്തമായിരുന്നില്ല എന്നാണ് വിമർശനം. വർധനവിനെതിരെയുള്ള പ്രതികരണമാണ് ആന്റണി അൽബാനിസിന് വീണ്ടും പ്രധാനമന്ത്രി പദം നേടിക്കൊടുത്തത്. അമേരിക്കയുടെ അടുത്ത അനുയായികളായ ഓസ്ട്രേലിയയിലും കാനഡയിലും ട്രംപിനെ എതിർക്കുന്നവരാണ് വിജയിച്ചത്. എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി അമേരിക്ക വർദ്ധിപ്പിച്ചു. ചൈന ഒഴികെയുള്ള രാജ്യങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി വർധനവ് 90 ദിവസത്തേക്കും മരവിപ്പിക്കുകയും ചെയ്തു. 245% നികുതിയാണ് ചൈന നൽകേണ്ടത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി ചൈനയും വർദ്ധിപ്പിച്ചുവെങ്കിലും അത് 145% വരെ മാത്രമായിരുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാനായി മറ്റു മാർഗങ്ങൾ തേടുമെന്നായിരുന്നു നേരത്തെ ചൈന പ്രതികരിച്ചിരുന്നത്. തന്മൂലം മറ്റു രാജ്യങ്ങളെപ്പോലെ അമേരിക്കയുമായി ചർച്ചകൾ നടത്തി സമവായത്തിലെത്താനുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്നാൽ നികുതി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും വിൽപ്പന നിലയ്ക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പല ഫാക്ടറികളും പൂട്ടി. ശമ്പളം മുടങ്ങിയതോടെ പലയിടങ്ങളിലും സമരങ്ങൾ ഉണ്ടായി. നികുതി വർധനവിനെ തുടർന്ന് അമേരിക്കയിലും ചില പ്രതിസന്ധികൾ ഉണ്ടായതായി ട്രംപ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് താൽക്കാലികമാണെന്നും അമേരിക്ക അതിവേഗം അതിജീവിക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രതീക്ഷ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ സൈനികർ റഷ്യയുടെ മുൻപിൽ കീഴടങ്ങിയത് ഒരു മെയ് 9 ഈ ദിവസം വലിയ ആഘോഷത്തോടെയാണ് എല്ലാ വർഷവും റഷ്യ ആചരിക്കുന്നത്. ചൈന, വിയറ്റ്നാം, ബ്രസീൽ, ബെലാറഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. ഇത് പ്രമാണിച്ചാണ് 8, 9, 10 തീയതികളിൽ പുടിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ സെലൻസ്കി ഈ വെടിനിർത്തലിനെ നിരാകരിക്കുകയും റഷ്യക്കെതിരെ നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് മെയ് 9 നടത്താനിരുന്ന പല ആഘോഷങ്ങളും റഷ്യയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപൂർവ ധാതുലവണങ്ങൾ കൊണ്ട് സമ്പന്നമായ ചില പ്രദേശങ്ങൾ ഉക്രൈൻ അമേരിക്കയ്ക്ക് കൈമാറുകയും അമേരിക്ക ഉക്രൈൻ ബന്ധങ്ങൾ സാധാരണ നിലയിൽ ആവുകയും ചെയ്തു. ജർമ്മനി, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളും ഉക്രൈന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗൂറിയന്റെ വളരെ അടുത്തുവരെ ഹൗതികൾ വിക്ഷേപിച്ച മിസൈലുകൾ എത്തി.
വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും പല വിമാനങ്ങളും വഴിതിരിച്ചു വിടേണ്ടി വരികയും ചെയ്തു. 7 ഇരട്ടിയായി തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. അയൺ ഡോം സംവിധാനം ഭേദിക്കാൻ കഴിഞ്ഞത് ഹൗതികളുടെ വിജയമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന 99% മിസൈലുകളെയും തകർക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ഇതേസമയം ഗാസയിലെ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കി. ഹൗതികൾക്കെതിരെയുള്ള ആക്രമണം അമേരിക്കയും ശക്തമാക്കി. ചെങ്കടലിലും ഗാസയിലും നടക്കുന്ന യുദ്ധങ്ങൾക്കു പിന്നിലെ യഥാർത്ഥ ശക്തികൾ ഇറാനും അമേരിക്കയുമാണ്. യമനിലെ ഒരു വിമത വിഭാഗമായ ഹൗതികളെ ഉപയോഗിച്ച് ഇറാനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഹൗതികളെ ആക്രമിക്കുന്നത്. അമേരിക്ക ഇറാൻ ശത്രുത അവസാനിപ്പിക്കാതെ മധ്യേഷ്യയിൽ സമാധാനം ഉണ്ടാവില്ല. ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഗാസയിലേക്ക് വ്യാപിപ്പിക്കുവാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മന്ത്രിസഭ അനുമതി നൽകി. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇതുവരെ ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോഴും 59 ബന്ദികൾ ഹമാസിൻ്റെ തടവറയിലാണ്. ഇതിൽ എത്ര പേർ മരിച്ചു, എത്ര പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വിവരം ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. ബന്ദികളുടെ മോചനം ഇപ്പോഴും ഇസ്രായേൽ ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഗാസയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കാനുള്ള അനുമതിയാണ് മന്ത്രിസഭ നൽകിയത്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും സൈനികരുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ സന്ദർശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം ഗാസ പിടിച്ചെടുക്കാനുള്ള യുദ്ധം തുടങ്ങാനാണ് തീരുമാനം. വെടിനിർത്തൽ ചർച്ചകൾ ഉപേക്ഷിക്കുകയും പൂർണ്ണ തോതിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നതിനെ എതിർക്കാൻ പോലും ആർക്കും കഴിയുന്നില്ല. പെഹൽഗാമയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 26 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് ആക്രമണം നടന്ന ദിവസം തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടി ഈ ഭീകരാക്രമണത്തിനുള്ള മറുപടിയാണ്. പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലും പ്രവേശിക്കാതെ 9 ഇടങ്ങളിൽ ബുധനാഴ്ച വെളുപ്പിന് ഇന്ത്യ ആക്രമണം നടത്തി. തീവ്രവാദി പരിശീലന കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യയുടെ പ്രകടശേഷി പാകിസ്ഥാന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നായിരുന്നു വിലയിരുത്തൽ. തന്മൂലം പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വ്യാഴാഴ്ച തന്നെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു. ഇതേ തുടർന്ന് ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ 2 ആണവ ശക്തികളാണ് ഇന്ത്യയും പാകിസ്ഥാനും. പ്രത്യാക്രമണത്തിനല്ലാതെ ആക്രമണത്തിനായി ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ്. അങ്ങനെ ഒരു നിയന്ത്രണവും പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടില്ല. നാലു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് മോസ്കോയിലെത്തി. റഷ്യ ചൈന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. അമേരിക്കയും സഖ്യകക്ഷികളും നേരത്തെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൽ നിന്നും രക്ഷപ്പെടാൻ റഷ്യയെ സഹായിച്ചത് ചൈനയുടെ നയങ്ങളാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിക്കും എന്നാണ് ചൈനയുടെ പ്രഖ്യാപിത നിലപാട്. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് റഷ്യക്കെതിരെ നീങ്ങിയാൽ ചൈന നിഷ്പക്ഷത ഉപേക്ഷിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അമേരിക്ക നികുതി വർദ്ധിപ്പിച്ചതുമൂലം ചൈന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതിനെ നേരിടാൻ
റഷ്യയുടെ സഹായം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ച് ചൈനയെ വരുതിയിലാക്കാമെന്നാണ് ട്രംപിൻ്റെ പ്രതീക്ഷ. റഷ്യയുടെ സഹായത്തോടെ ചൈന സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചാൽ അത് ട്രംപിന് വലിയ നാണക്കേടാകും. ചൈന മാത്രമല്ല, വിയറ്റ്നാം, ബ്രസീൽ തുടങ്ങി 9 രാജ്യങ്ങളുടെ ഭരണത്തലവന്മാർ പുട്ടിനൊരുക്കിയ മെയ് 9 ആഘോഷങ്ങളിൽ പങ്കെടുത്തു. എട്ടു ദിവസത്തെ ദുഃഖാചരണത്തിനു ശേഷം പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള ചടങ്ങുകൾ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ബുധനാഴ്ച ആരംഭിച്ചു. വോട്ടവകാശമുള്ള 135 കർദിനാളന്മാരിൽ സ്പെയിനിലെയും കെനിയയിലെയും കർദിനാളന്മാർക്ക് റോമിൽ എത്താൻ കഴിഞ്ഞില്ല. 133 കർദിനാളന്മാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 70 വയസ്സിന് മുകളിലാണ് വോട്ടർമാരുടെ ശരാശരി വയസ്സ്. ആദ്യത്തെ റൗണ്ടിൽ മാർപ്പാപ്പായെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വോട്ടു രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറുകളും രാസവസ്തുക്കളും കൂട്ടിക്കലർത്തി കത്തിച്ചുണ്ടാക്കുന്ന പുക ഉയരത്തിലുള്ള ഒരു ചിമ്മിനിയിലൂടെ പുറത്തുവിട്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം ലോകത്തെ അറിയിക്കുന്നത്. കറുത്ത പുക തിരഞ്ഞെടുപ്പ് തുടരേണ്ടി വരും എന്ന സന്ദേശമാണ് നൽകുന്നത്. പോപ്പിനെ കണ്ടെത്തിയാൽ വെളുത്ത പുകയാണ് വരുന്നത്. ഒരു കർദിനാളിന് 2/3 വോട്ടുകൾ ലഭിക്കുന്നതുവരെ ഈ പ്രക്രിയ തുടരും. 4ാം റൗണ്ടിലാണ് ഇക്കുറി ചെമ്മിനിയിൽ വെളുത്ത പുക പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കക്കാരനായ കർദിനാൾ റോബർട്ട് പ്രീവോസ്റ്റാണ് പുതിയ മാർപ്പാപ്പ. ഇദ്ദേഹം ലിയോ 14 എന്ന പേരാണ് സ്വീകരിച്ചത്. ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് വലിയ വിവാദമായി വളരുകയാണ്. ഈ വാർത്ത പുറത്തുവിട്ടവർ തന്നെ പിറ്റേന്ന് ഇത് നിഷേധിച്ചു. കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെ നിഷേധക്കുറിപ്പ് അപ്രസക്തമായി. താനും കുടുംബവും താമസിക്കുന്ന ഭാഗത്തു നിന്നല്ല നോട്ടുകെട്ടുകൾ കിട്ടിയതെന്ന് ആരോപണ വിധേയനായ ജഡ്ജിക്ക് ഏറ്റുപറയേണ്ടി വന്നു. 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയും അടങ്ങുന്ന ഒരു സംഘത്തെയാണ് ഈ കേസ് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയമിച്ചത്. ഇവരുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് ലഭിച്ചുവെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൈക്കോടതി ന്യായാധിപൻ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇത് നീതിന്യായ വ്യവസ്ഥിതിക്ക് ഒട്ടും തന്നെ ഭൂഷണമല്ല. സംഭവിച്ചത് എന്താണ് എന്നറിയാനുള്ള അവകാശം പൗരസമൂഹത്തിനുണ്ട്. നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന കോടതികളാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകർ. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേൽ നിർദ്ദേശിച്ചിരുന്ന നികുതി വർധനവിൽ ഇളവ് വരുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. എല്ലാ വിദേശ രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി ട്രംപ് വർദ്ധിപ്പിച്ചിരുന്നു. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി വർധനവ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. ഈ കാലയളവിൽ വിദേശ രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് സമവായത്തിൽ എത്താനായിരുന്നു ട്രംപിൻ്റെ തീരുമാനം. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ഇറക്കുമതി ചെയ്യുന്ന ബ്രിട്ടൻ്റെ കാറുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും 27% നികുതി ചുമത്താനായിരുന്നു നേരത്തെ ട്രംപ് തീരുമാനിച്ചിരുന്നത്. ഇത് 10% കുറയ്ക്കാൻ ട്രംപ് സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ട്. ട്രംപിൻ്റെ വ്യാപാര നയത്തിനുള്ള അംഗീകാരമാണ് ഇപ്പോഴത്തെ ചർച്ചകളും അതിനെ തുടർന്നുള്ള തീരുമാനവും. ഇതേ രീതിയിൽ അമേരിക്കയുമായി ചർച്ച നടത്താൻ ചൈനയും ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.